ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങി. മുട്ടിയല്ല നിൽക്കണത്. മുട്ടി വണ്ടി കിട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? കാക്ക വരും എന്നൊക്കെ പറഞ്ഞിരുന്നു മുട്ടിയുടെ. മുട്ടി കാത്തു കേൾക്കും. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്കല്ലോട്ട് പോകുന്നത്. നമുക്ക് അടിവാരം പോണ്ടേ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. റമദാനൊക്കെ അല്ലേ വരുന്നേ. അപ്പം നമ്മളത് അടിവാരം പോവുകയാണ്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഒരുപാട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബാണ്. എടി ബ്ലോക്കാണല്ലോ. റോഡ് പണീൻ്റെ ചെറിയൊരു തിരക്കല്ലേ. ഏകദേശം നമ്മളിതാ കൈതപ്പൊയിൽ അങ്ങാടി എത്താനായി. ഏതായാലും ബ്ലോക്കായാലും സ്കൂട്ടർ അതിനെ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ കൈതപ്പൊയിൽ പാലം, വെള്ളമില്ലാത്ത പുഴ, ഒരാളുടെ ജീവൻ എടുത്ത പുഴയാണത്. അതെ. നമ്മൾ കൈതപ്പൊയിൽ നിന്ന് അടിവാരത്തേക്കുള്ള റോഡ് കയറി. നല്ല അടിപൊളി റോഡാട്ടോ. അങ്ങനെ പോവുക. നല്ല റോഡാണ്. ഇതിൽ ലേശം പെട്രോൾ അടിക്കാല്ലേ റജിലെ? പെട്രോൾ കുറവാ. നമുക്കൊന്ന് ആദ്യം പമ്പ് കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം അല്ലേ? ഒന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം. പമ്പിലെത്തി. പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാഹിന്ന് അടിക്കണം കേട്ടോ. മാഹിന്ന് പെട്രോൾ അടിച്ചിട്ട് കേരളത്തിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ പെട്രോളിന് റേറ്റ്. പെട്രോളൊക്കെ അടിച്ച് നമ്മളിതാ വീണ്ടും പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അടിവാരം അങ്ങാടിയിലേക്ക്. അടിവാരത്തൊരു ഫാമിലി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നല്ല ആദായമാണ് അവിടുത്തെ സാധനത്തിനൊക്കെ. ഞങ്ങളധികം അവിടെ നിന്നാണ് സാധനം എടുക്കുക. ഹോൾസെയിൽ റേറ്റിന് കിട്ടും പല സാധനങ്ങളും. ഇതാണ് നമ്മളുടെ ഫാമിലി സൂപ്പർ മാർക്കറ്റ്, ഫാമിലി സ്റ്റോർ. നമ്മളെ കടയിലേക്ക് കയറി സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് എടുക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. എനിക്കെന്തോ വേണോ റജിലെ? വേണ്ട. ഇയൊക്കെ വാങ്ങിയോ? എനിക്കെല്ലാ സാധനവും വാങ്ങി. അപ്പം സാധനങ്ങളൊക്കെ അത് എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് ക്യാഷൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോവുക. നമ്മൾ ചായ കുടിക്കുക. എവിടുന്ന അപ്പം കുടിക്കുക? തട്ടുകടയിൽ പോവാം. നമുക്ക് മേലെ ചുരം കയറുന്നിടത്ത്. അവിടെ എന്താ സ്പെഷ്യല്? അവിടെ എന്താ ഉണ്ടാവുക? കാടമുട്ട. ചുരത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാടമുട്ടയാണ് ഏറ്റവും സ്പെഷ്യൽ. നമുക്ക് കാടമുട്ടയും ചായയും കുടിക്കാനും അല്ലേ? ഈ കുടിച്ചിരിക്കുന്ന അവിടെ നിന്ന് ചായ? ഇവിടെ എത്ര ആളെ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് വരും ഈ കാടമുട്ടയും ചായയും കുടിക്കാനായിട്ട്. ഈ കായൻ്റെ കട നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാമല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങി ചായയും കാടമുട്ടയും കുടിക്കാം. ഓ, കാടമുട്ട ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചായക്ക് പറഞ്ഞ് കാടമുട്ടയും ചായയും പറഞ്ഞിട്ടുണ്ട്. ചായ റെഡി. അയ്യോ, എന്താ ഒരു ഭംഗി കാടമുട്ട കാണാൻ. ഞങ്ങളിത് കഴിക്കല്ലേ? ടേസ്റ്റ് ഉണ്ടോ റജിലെ? എന്താ ടേസ്റ്റ്. അപ്പം ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞു. നല്ലൊരു വൈബാട്ടോ. വൈകുന്നേരം ഇവിടെ വന്നൊരു കാടമുട്ടയും ചായയൊക്കെ കുടിക്കാൻ. ചായയും കാടമുട്ടയും ഞങ്ങൾ തീരുമാനമാക്കി. കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് പൂള വറുത്ത്. പൂള വറുത്ത് വാങ്ങാ. നിങ്ങൾ പൂളപ്പേരി എന്നാ പറയാ? ഞങ്ങൾ പൂളപ്പൊരി എന്ന് പറയും. പൂളപ്പൊരി, ഞങ്ങൾ പൂള വറുത്ത്. നല്ല മുളക് ഇട്ടിട്ട് ഇങ്ങനെ എടുത്താൽ എന്താ ടേസ്റ്റ് അറിയോ? പക്ഷെ മുളക് ഇടാൻ പറയണേ. മുളകിട്ട് അയ്യോ. പൂളപ്പൊരിയും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓ, അടുത്ത പുഴ. ഇവിടെ അധികവും പുഴകളാണ്. വേഞ്ചേരിപ്പുഴ, അടിവാരം പുഴകളാണ് ഇവിടെ. ഓ, പിന്നെയും ബ്ലോക്ക് പെട്ടല്ലോടി. ഓ, നേരത്തെക്കാട്ടിലധികം ബ്ലോക്കല്ലേ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേനുള്ള. അതെ, നമ്മൾ ബൈക്കായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. അതെ, ബൈക്കായതുകൊണ്ട് പിന്നെയും ബ്ലോക്ക് പെട്ട ഒരു സമാധാനം. സൈഡിൽ കൂടെ എടുത്ത് പോവാലോ. ഇത്രയും ബ്ലോക്കാട്ടോ അങ്ങോട്ട് പോകാനുള്ള വണ്ടി. ഏതായാലും ഞങ്ങൾ വീട്ടിലെത്താനായി. എനിക്കെന്തോ വാങ്ങണോ റജിലെ? വേറെ വേണ്ട, നേരെ വീട്ടിലേക്ക് പോകാം. നമ്മളെ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞു. റജിലൻ്റെ വീടാണ് ആദ്യം, പിന്നാണ് എൻ്റെ വീട്. ഇതെന്താടി റജിലെ പരിപാടി അവിടെ? എന്നെ വിളിക്കണോട്ടോ ഈ വൈകുന്നേരം പോകുമ്പോൾ. ശേഷം ആണോ? അങ്ങനെ റജിലിൻ്റെ വീട്ടിലെത്താനായി. എൻ്റെ വീട്ടിലെത്തി. ഞാനിവിടെ ഇറങ്ങുമ്പോൾ. അങ്ങനെ റജിലിൻ്റെ വീടാണിത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.